സംശയമൊന്നുമില്ല. ഒറ്റൊരു പേരുള്ള കളക്ടർ മൈനാച്ചിയാണ്. അത് ലീഗിന്റെ കുത്തകയാണ്. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്ന ലീഗിന്റെ കുത്തകയാണ്. 100% കോൺഫിഡന്റ് ആണ്. പറയുകയാണെങ്കിൽ ഇപ്പോൾ കടവത്ത് കോട്ടക്കുന്ന് റോഡ് ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായി അതിന്റെ പ്രശ്നമായിട്ട് അതെ പൂർത്തിയാക്കണം. അതെല്ലാം ചെയ്യണമെങ്കിൽ BJP വന്നാൽ എല്ലാം പെട്ടെന്ന് സാധിക്കും. ആര് ജയിച്ചാലും ഇവിടെ വികസനമാണ്. ആര് ജയിച്ചാലും വികസനമാണ് നമ്മളെ മെയിൻ. കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി BJP ജയിക്കും. കാരണം നാളെ ഇതുവരെ ഇവിടെ ഭരിച്ച UDF യാതൊരുവിധ വികസന പ്രവർത്തനവും കാസർഗോഡ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വികസനം മുരടിപ്പാണ് നാളെ ഇതുവരെ UDF ഭരിച്ചിട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ മാറ്റം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ മാത്രമേ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. UDF സ്ഥാനാർത്ഥി കളക്ടർ ജയിക്കുന്നതാണ് 100% വിശ്വാസം. സംശയമൊന്നുമില്ല. ഒറ്റൊരു പേരുള്ള കളക്ടർ മൈനാച്ചിയാണ്. അത് എഴുതി വെച്ച പോലെയാണ്. അതിലെന്തൊരു സംശയമില്ല. നമുക്കത് എഴുതി വെച്ച ഇതാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ലീഗാണ് ഭരിക്കുന്നത്. അതെ, ഇനിയും ലീഗ് അതേ ഇതാണ്. ഒരു മാറ്റവും ഇല്ല. അത് ലീഗിന്റെ കുത്തകയാണ്. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്ന ലീഗിന്റെ കുത്തകയാണ്. 100% കോൺഫിഡന്റ് ആണ്. കളക്ടർ മൈനാച്ചി ഉറപ്പാണ്. ജനങ്ങൾക്ക് നാട്ടിനും നല്ലത് ചെയ്യുന്ന ആരാണ് അവര് ജയിക്കണം. കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം കണക്കന്നെ. അപ്പൊ നല്ല ആൾക്കാർ ആര് ചെയ്യുന്നത് അവര് ജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പേരെടുത്ത് പറയാനില്ല. അപ്പോ ഈ മണ്ഡലത്തില് എന്ത് വികസനമാണ് ആഗ്രഹിക്കുന്നത്? ഈ മണ്ഡലത്തില് വികസനം തീരെ കാസർഗോഡ് ജില്ലയിലെല്ലാം വികസനം ഇല്ല. അപ്പോ ആ വികസനം മുരടിപ്പുണ്ടല്ല, അതിനുള്ള ഒരു പരിഹാരത്തിന് പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? എന്ത് എല്ലാ പ്രശ്നങ്ങളും തന്നെ. ഉദാഹരണം ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ കടവത്ത് കോട്ടക്കുന്ന് റോഡ് അതിന്റെ ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായി അതിന്റെ പ്രശ്നമായിട്ട് അത് ഇതുവരെ നന്നാക്കിയിട്ട് ഇപ്പൊ അവിടെ രാപ്പകൽ സമരമെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരണം. കളക്ടർ മൈനാജി വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും. നല്ല പ്രവർത്തനമാണ്. എന്തൊക്കെ വികസനങ്ങളാണ്? നല്ല വികസനം നടന്നിട്ടുണ്ട്. നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ലീഗ് വരണം. മാറ്റം വരണം എന്ന് ആണോ? എല്ലാവർക്കും അതാണ് ആഗ്രഹം. ഇത് മടുത്തു. UDF വന്നിട്ട് മടുത്തു ആൾക്കാർ. അപ്പൊ ഞങ്ങളെ പ്രതീക്ഷ BJP ആണ്. വികസനം പോരാന്നാണോ? വികസനം ഇല്ല. വെറുതെ അവര് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുകൊണ്ട് പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്തൊക്കെ വികസനം വരണം എന്നാണ്? ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പകുതിയിലായിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഒരു ബിൽഡിംഗ് മാത്രമായിട്ടുള്ളത്. പെട്ടെന്ന് പൂർത്തിയാക്കണം. അതെ പൂർത്തിയാക്കണം. അതെല്ലാം ചെയ്യണമെങ്കിൽ BJP വന്നാൽ എല്ലാം പെട്ടെന്ന് സാധിക്കും. BJPന്റെ ഒറ്റ വികസിത കേരളം എന്നുള്ള ആ കോൺസെപ്റ്റില് എല്ലാം ശരിയാവും. ഉറപ്പായിട്ട് 100%. എനിക്ക് ചെറിയ കച്ചവടമേ ഉള്ളൂ. എനിക്ക് മാസത്തിൽ മറ്റേ മുനിസിപ്പാലിറ്റി വേസ്റ്റിന് 100 രൂപ മീറ്റിങ്. അതുകൊണ്ട് അത് നമ്മൾ ചെറിയ കടക്കാരും വലിയ കടക്കാർക്കെല്ലാം ഒരേ. അപ്പം ഞങ്ങളെ ചെറിയ കടക്കാരെ നമ്മളെ ഇരുന്ന് ഒഴിവാണ്. നമുക്ക് അത്രയൊന്നും ഇതില്ല. ഇവിടെ വെറും എന്തോ 4 സോപ്പ് ഇങ്ങനത്തെ പൗഡറിങ് ഇട്ട് കൊടുക്കുന്നത് വേസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളീ വലിയ കച്ചവടക്കാരെല്ലാം ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറു കടക്കാരെ നമ്മൾ ഒഴിവാക്കണം. ഇത് മാസത്തിൽ വെറുതെ ചാക്കിൽ നിറച്ചു കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഇതുമില്ല നമ്മളെടുത്ത്. നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് പാക്കറ്റോടെ കൊടുത്തു. പിന്നെ വേസ്റ്റ് വരുന്നില്ല. അപ്പൊ ആടെ വലിയ വലിയ ഹോൾസെയിൽ കടയുണ്ട്. അവർക്കും നമുക്കെല്ലാം ഒരേ ഇതാണ് റേറ്റാണ്. വേസ്റ്റിൽ എല്ലാവർക്കും 100 രൂപ. അപ്പൊ നമ്മളെ ഇല്ലെന്ന് ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ആരെങ്കിലും? ഞമ്മക്ക് അങ്ങനത്തെ ആര് വരുന്നോ ഞമ്മക്ക് കണക്കില്ല. ഞമ്മക്ക് അതിന് പ്രത്യേകത ഒന്നുമില്ല. ഞമ്മ പഴയ ലീഗുകാരാണ് പഴയ കാലത്ത്. പിന്നെ അതിന്റെ വീട്ടോളം വന്നുകൊണ്ടായിരുന്നു. ഇത് ആര് വരും അറിയില്ല. പിന്നെ എന്നെ നെല്ലിക്കുന്നിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? എന്നെ നെല്ലിക്കുന്ന നല്ല ഇതാണ്. നല്ല പിന്നെ വരുന്നാണ് ഇത് കണ്ടറിയും. എന്നെ നെല്ലിക്കുന്ന കുറെ കലയില്ല അല്ലേ? നല്ല എല്ലാവർക്കും എല്ലാവർക്കും അയാൾക്ക് ഇതില്ല. എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായം. പിന്നെ ഇയാളിപ്പോ വന്നിട്ട് അറിയണോ എന്ത് ആര് വന്നത്? ഇവിടെ പിന്നെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. പാർക്കിങ്ങിന്റെ പ്രോബ്ലം ആയിട്ട് പിന്നെ ഫസ്റ്റ് പാർക്കിങ്ങിന്റെ ശരിയാക്കണോ.
പിന്നെ ഇത് നമ്മളെ മാർക്കറ്റ് വികസനം വികസനം അത് അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വെള്ളം മാർക്കറ്റിന്റെ ഇത് ഏത് കച്ചറകള്, പിന്നെ ഇത് മത്സ്യത്തിന്റെ ഒരു മണം അതെല്ലാം ഉണ്ടാന്ന് അതിന്റെ പറഞ്ഞു വേസ്റ്റ് അപ്പോ മാറ്റാനുള്ള ഒരു അതിന്റെ ഒരു സംവിധാനം മെയിൻ വേണ്ട. പിന്നെ മാർക്കറ്റിൽ ആ മുകളില് വണ്ടിയെല്ലാം വരുമ്പോ ഭയങ്കര ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡ് വികസനം മെയിൻ. പിന്നെ നമ്മളെ റോഡിലുണ്ട് ഫുള്ള് പാർക്കിങ്ങിന്റെ അസൗകര്യമുണ്ട്. സൗകര്യമുണ്ട്. പിന്നെ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ മതി. ആര് ജയിച്ചാലും ഇവിടെ വികസനമാണ്. ആര് ജയിച്ചാലും വികസനമാണ് നമ്മളെ മെയിൻ. അതെ, ഓക്കെ. ഇത്രയും വർഷം ലീഗായിരുന്നല്ലോ, പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? എന്നിൽ കുഞ്ഞിന്റെ പ്രവർത്തനം നല്ലത്, മോശമില്ല. റോഡുകളെല്ലാം നന്നാക്കിയിട്ടുണ്ട്, ഉൾപ്രദേശങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. മെയിൻ പോയിന്റ് വികസനമാണ്. വികസനം ഇവിടെ ഞങ്ങള് ഉദ്ദേശിക്കുന്നത്. വികസനം മാർക്കറ്റിന്റെ മെയിൻ. ഈ മാർക്കറ്റിന്റെ വല്ലാതെ പോരായ്മ ഉണ്ട് ഇവിടത്തെ മെയിൻ. അതൊന്ന് ഇനി നെക്സ്റ്റ് ആര് MLA വരുന്ന അവര് അതൊന്ന് ശരിയാക്കണോ? കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി BJP ജയിക്കും. കാരണം നാളെ ഇതുവരെ ഇവിടെ ഭരിച്ച UDF യാതൊരുവിധ വികസന പ്രവർത്തനവും കാസർഗോഡ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടുത്തെ ഒരു പെട്ടെന്നൊരു അസുഖം വന്ന മംഗലാപുരത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഒരു നല്ല ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ഇതുവരെ സ്ഥാപിക്കാൻ ഇവിടുത്തെ MLAക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യം എടുക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് പഠിക്കണമെങ്കിൽ കർണാടകയോ ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളോ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ ഒരു വികസനം മുരടിപ്പാണ് നാളെ ഇതുവരെ UDF ഭരിച്ചിട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ മാറ്റം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ മാത്രമേ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ പറയത്തക്ക വികസനമൊന്നും കാസർഗോഡ് ജില്ലക്ക് വന്നിട്ടില്ല. എന്നാൽ സ്വതവേ LDF അധികാരത്തിലുള്ള സമയത്ത് മറ്റുള്ള ജില്ലകളൊക്കെ നല്ല വികസനം വരുന്നുണ്ട്. അതുകൊണ്ട് ഭരണത്തിരിക്കുന്ന അതേ തന്നെ LDF തന്നെ ഇവിടെയും ജയിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും വികസനം പറയാനുണ്ടോ വരാൻ? ഇവിടെ ഒന്നാമത് നമുക്ക് ചെർക്കള ജാൽസൂർ ഹൈവേ, അത് ബാംഗ്ലൂർ മൈസൂർ പോകുന്ന ഏറ്റവും വലിയ ഹൈവേ ആണ്. എങ്കിൽ ഇത് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ്. വീതിയില്ലാതെ മറ്റുള്ള എല്ലാ ഭാഗത്തെ റോഡുകളും നല്ല വീതിയായിട്ട് വികസിക്കുമ്പോഴും ഈ ചെർക്കള ജാൽസൂർ ഹൈവേ മാത്രം ഇതുപോലെ തന്നെ കിടക്കുകയാണ്. ഇത് നമ്മുടെ മുൻപത്തെയും ഇത്രയും വർഷം ഭരിച്ച MLAമാരുടെ തികഞ്ഞൊരു പരാജയമാണ്. കാരണം ഇത് എത്രയും ബാംഗ്ലൂർ ഹൈവേ ആണ്, ഒരുപാട് ബസ്സുകൾ രാത്രികാലം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. വർഷങ്ങളായിട്ട് ഇതേപോലെയാണ് ഇത് കിടക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങളോ അങ്ങനെ ചെറുക്കളയിൽ കാര്യമായി ഒരു പ്രശ്നമില്ല. വികസനമൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോട് നമ്മൾ പറഞ്ഞാലേ അവർ ആ സമയത്ത് ഞങ്ങൾക്ക് വ്യാപാരികളായാലും അവരോട് പറഞ്ഞാൽ അവർ ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ട് അതിനെ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ലോ ഒക്കെ ആവുക, പിന്നെ ഒരു സാധാരണ പ്രശ്നമാണ്. ഞങ്ങളത് കാര്യമായിട്ട് വലിയ കണക്കൊന്നും കൂട്ടുന്നില്ല. ഇപ്പൊ അനുദിനം വികസിച്ച് കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ചെർക്കള. കൂടുതൽ ക്രൗഡും ബിസിനസ്സും ആൾക്കാരും. ഇപ്പൊ ഞങ്ങൾ പ്രശ്നം കുറച്ച് അയവനൊന്ന് പണി തീർന്നാൽ ഇതിനേക്കാളും പുരോഗമിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. UDF സ്ഥാനാർത്ഥി കളക്ടർ ജയിക്കുമെന്നാണ് 100% വിശ്വാസം. എത്ര വർഷമായി ഇവിടെ ലീഗ് ഭരിക്കുന്നത്, ഒരു വികസനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട ഈ ഭാഗത്തൊന്നും വരാനേ ഇല്ല. പണ്ട് CT അഹമ്മദിൽ ഭരിച്ചുകൊണ്ട് ആ സമയം മുതൽ ഇന്ന് വരെ ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ട. LDF വരണം, ഷാനവാസ് ഇനിയും വന്നിട്ട് നല്ല വികസനം കൊണ്ടുവരണമെന്ന്, കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റണമെന്ന് പറയാനുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണ്? വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ തെരുവിലെല്ലാം ലൈറ്റ് അണഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ് നഗരത്തിന്റെ പാർക്കിംഗ് സംബന്ധിച്ച് ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആശുപത്രി LDF സർക്കാർ 10 വർഷം കൂടെ വന്നതുകൊണ്ട് കുറെ വികസനം വന്നിട്ടുണ്ട്, ക്വാളിറ്റി ആയിട്ടുണ്ട്.